ബീട്രൂട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു ബീട്രൂട്ടിൻ്റെ പകുതി നൈസാക്കി അരിഞ്ഞത്, എരിവില്ലാത്ത പച്ചമുളക് 2 എണ്ണം, കുറച്ച് കറിവേപ്പില, 4 എരിവുള്ള പച്ചമുളക്, 3/4 കപ്പ് വറുത്ത റവയും 1/4 കപ്പ് വറുക്കാത്ത സേമിയാണ് എടുത്തുള്ളത്, കുറച്ച് അണ്ടിപ്പരിപ്പും. ആദ്യം അണ്ടിപ്പരിപ്പിനെ വറുത്തെടുക്കാം. അതിനായി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കടല വേണമെങ്കിൽ കടലയും കൂടി ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് ബീട്രൂട്ട്, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത്, ഒന്ന് വഴന്നു വന്നാൽ മതിയാകും. ബീട്രൂട്ട് നല്ല കളറുള്ളത് നോക്കിയെടുക്കണം. അടുത്തതായി സേമിയയും പച്ചമുളകും, എരിവില്ലാത്ത പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടിയാൽ മതി. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാകും. സേമിയയുടെ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. നമ്മളിങ്ങനെ എടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വേവ് അറിയാൻ പറ്റും. നമുക്ക് ഒന്ന് ഉടയണ പരുവം മതി. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് വേണം റവ ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാം കൂടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത്, കട്ട പിടിക്കും. ഒത്തിരി വെള്ളം ഉണ്ടാവാൻ പാടില്ല, കുറച്ച് വെള്ളത്തിൽ വേണം റവ ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ റെഡിയായി കിട്ടും. അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ, അണ്ടിപ്പരിപ്പ് വറുത്തത് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. റവേനേക്കാളും കൂടുതൽ ഇതിൽ വന്നിട്ടുള്ളത് സേമിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എത്ര ഉപ്മാവ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കളറെല്ലാം കാണുമ്പോൾ ആർക്കാണെങ്കിലും ഒന്ന് കഴിച്ചു പോകാൻ തോന്നും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കണം. നല്ല കളറുള്ള ബീട്രൂട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ബീട്രൂട്ടിന് കളറില്ലെങ്കിൽ ഉപ്മാവിന് ഈ ഒരു ഭംഗിയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ഉപ്മാവാണിത്.